ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ജ്ഞാനം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ജ്ഞാനത്തിൽ നിന്ന്, അല്ലാഹു തന്ന ജ്ഞാനത്തിൽ നിന്ന് ഞാൻ എൻ്റെ ഉമറിന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനാ നൽകപ്പെട്ട ജ്ഞാനം കൊണ്ട് സംസാരിക്കുന്നവരാണെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ അർത്ഥമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്തിന്റെ ഒരു രംഗം ഹബീബ് വിവരിക്കുകയാണ്. സ്വപ്നം കണ്ടത് ഹബീബായ നബിയുടെ സ്വപ്നമാണിത്, വഹയാണ്. ബൈനമാ അന നായിമുൻ റഅയ്തു الناس يعرضون علي وعليهم قمص. പരലോകത്ത് ഓരോരുത്തരായ ആളുകൾ, അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ട്. ജനങ്ങൾ ഓരോരുത്തരെയും എനിക്ക് അല്ലാഹു കാണിക്കുന്നു. മിൻഹാ മാ യബ്ലുഗു സുദിയ. ചില ആളുകളുടെ വസ്ത്രം നെഞ്ചുവരെ ഉള്ളൂ, അവർക്ക് മേലോട്ട് വസ്ത്രമില്ല. ചില ആളുകൾക്ക് വയറുവരെ വസ്ത്രമുള്ളൂ, ചിലർക്ക് നാഭി വരെ വസ്ത്രമുള്ളൂ. അങ്ങനെ വസ്ത്രങ്ങൾ കുറഞ്ഞവർ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത നാമം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞാൻ ഉമർ എന്നവരെ കണ്ടു. വഅലൈഹി ഖമീസുൻ യജറുഹു. വലിയ ഒരു ഖമീസ്, ആ ഖമീസ് വലിച്ചിഴച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വലിയ വസ്ത്രം ധരിച്ചു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബിമാർ ഹബീബിനോട് ചോദിക്കുന്നു, മാ അവ്വൽത ദാലിക യാ റസൂലല്ലാഹ്. ജനങ്ങൾക്ക് വസ്ത്രം കുറവും, ചില ആളുകൾക്ക് അത് നന്നേ കുറവ്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ആ വസ്ത്രം ഒരുപാട് കൂടുതലുള്ളത് കണ്ടല്ലോ നബിയെ. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചപ്പോൾ ഖാല അദ്ദീൻ, അല്ലാഹുവിന്റെ ദീനാണ്. ദീൻ കുറഞ്ഞവർക്ക് ചെറിയ വസ്ത്രം, ദീൻ കൂടിയവർക്ക് വലിയ വസ്ത്രം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖമീസ് വലിച്ചിഴച്ചാണ് വരുന്നത്. അത്രക്കും അല്ലാഹു ദീൻ നൽകി ആദരിച്ചിട്ടുണ്ട്, മതബോധം അല്ലാഹു നൽകിയിട്ടുണ്ട്, ഖശിയത്ത് അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പരിചയപ്പെടുത്തിയ മഹാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം എന്നിവരും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ റആക ശൈത്വാനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക ഉമറേ. നിങ്ങളൊരു വഴിയിലൂടെ വരികയും ആ വഴിയിലൂടെ പിശാച് കടന്നു വരികയുമാണെങ്കിൽ നിങ്ങളെ കാണുമ്പോൾ പിശാച് വഴിമാറിപ്പോകും. നിങ്ങൾ വരുന്ന വഴിയിലൂടെ പിശാചിന് പോലും വരാൻ ധൈര്യമില്ല ഉമറേ എന്ന് ഇബ്നുൽ ഖത്താബ്, ഖത്താബിന്റെ മകനെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ പ്രശംസകളാണ്. ഇതൊക്കെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന, പഠിക്കാൻ പോകുന്ന ജീവിത പാഠങ്ങൾ, കാലാകാലങ്ങളിൽ ജനങ്ങൾക്ക് ഓർത്തെടുക്കാൻ വരുന്ന തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെടേണ്ടത്. അല്ലാഹു നൽകുന്ന അപാരമായ ഇൽമു കൊണ്ട് അല്ലാഹു ആദരിച്ച ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ മുൻഗാമികളായ സമുദായങ്ങളിൽ എത്രയോ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൈവിക ജ്ഞാനം നൽകിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നബിമാരല്ല, പ്രവാചകന്മാരല്ലാത്തവർക്ക് തന്നെ അല്ലാഹു തആല ആത്മികമായ ജ്ഞാനം അല്ലാഹു നൽകുന്നുണ്ട്. ഇൽഹാമിലൂടെ, മലക്കുകളിലൂടെ, അല്ലാഹു നൽകുന്ന ചില ദിവ്യബോധനങ്ങളിലൂടെ. അവരമ്പിയാക്കന്മാരല്ല. വഇയകും മിൻ ഉമ്മതി മുഹദ്ദസൂൻ, എന്റെ ഉമ്മത്തികളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഫഹുവ ഉമർ ഇബ്നുൽ ഖത്താബ്, അത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബിമാർ ഈ മഹാനുഭാവനെ പുകഴ്ത്താറുണ്ട്. സ്വഹാബിമാർ പുകഴ്ത്തി പറയും. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ എന്ന ഹബീബായ നബിയുടെ പുതിയാപ്പിള തന്നെ പറയുന്നു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ അഥർ. വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലത്വാലമാ സമിഅതു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ
ജിഇതു അന വഅബൂ ബക്കറിൻ വഉമർ വദഖൽതു അന വഅബൂ ബക്കറിൻ വഉമർ വഖറജ്തു അന വഅബൂ ബക്കറിൻ വഉമർ ഫസ്അലുല്ലാഹ ഫഅസ്അലുല്ലാഹ അൻ യഹ്ശുറക മഅ സാഹിബിക്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നത്, ഉമറേ, എത്രയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയാറുള്ളത്? ജിഇതു അന വഅബൂ ബക്കറിൻ, കഥ പറയുമ്പോൾ തങ്ങൾ പറയും ഞാനും ഉമർ എന്നവരും വരുമ്പോ, ചിലപ്പോ പറയും ഞാനും ഉമർ എന്നവരും അബൂബക്കർ എന്നവരും കയറി ചെന്നപ്പോ, പിന്നെ പറയും ഞാനും അബൂബക്കർ എന്നവരും ഉമർ എന്നവരും അവിടുന്ന് വരുമ്പോ. ഇങ്ങനെ എത്രയാണ് ഹബീബായ നബി തങ്ങൾ ആ രണ്ട് കൂട്ടുകാരുടെ പേരുകൾ പറഞ്ഞത്. ഫഅസ്അലുല്ലാഹ അൻ യഹ്ശുറക മഅ സാഹിബിക്. ഉമറേ, അഷ്റഫുൽ ഖൽഖ് എന്ന അങ്ങയുടെ കൂട്ടുകാരന്റെ കൂടെ അല്ലാഹു നിങ്ങൾക്ക് നാളെ സ്വർഗ്ഗലോകത്തേക്ക് ഹശ്റും നുശൂറും നൽകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ നടന്നില്ലേ? പരിശുദ്ധമായ റൗളയിൽ ഹബീബിന്റെ കൂടെ കിടക്കുന്നത് ആരാ? ഒന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തോളിൽ കൈപിടിച്ച് നടന്ന പോലെ ഖബറിലും ഒരുമിച്ച് കിടക്കുകയാണ്. നാളെ പരലോകത്തേക്കും അവരല്ലയോ ഉലൈകൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് ആദ്യം കടക്കാനുള്ളവരും അവർ തന്നെയാണ്. ഈ മഹാനുഭാവനെ നമ്മൾ 21-ാം നൂറ്റാണ്ടിൽ ഓർക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്താണെന്നറിയാൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം ശ്രദ്ധിച്ചാൽ മതി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആലിമും മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിൽ ആലിമീങ്ങളിൽപ്പെട്ട മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ സിൽനാ ഇസ്സതൻ മുൻദു അസ്ലമ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോഴാണ് നമുക്കൊരു ഇസ്സത്ത് ഉണ്ടായത്. കാന ഇസ്ലാമു ഉമർ ഇസ്സ, ഉമർ എന്നവരുടെ ഇസ്ലാം അഭിമാനമാണ്. വഹിജ്റതുഹു നസ്റാ, അവർ ചെയ്ത ഹിജ്റ നമുക്ക് സഹായമാണ്. തവല്ലീഹി റഹ്മ, ഉമർ എന്നവർ അധികാരം ഏറ്റെടുത്തത് ഈ ഉമ്മത്തിന് റഹ്മത്തായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ മഹാനുഭാവൻ സുബ്ഹി നിസ്കാരത്തിന് ഇമാം നിൽക്കുമ്പോൾ ശത്രുവിന്റെ കൈകളാൽ കുത്തേറ്റ് ഷഹീദാകുമ്പോൾ നമ്മൾ അറിയണേ, ലോകത്ത് സമാധാനമാണ് ആ കഫംപുടയിൽ കൊണ്ടുപോയത്. കുഫിനത്ത് സആദത്തുൽ ഇസ്ലാമി ഫീ അക്ഫാനി ഉമർ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കഫംപുടയിൽ ഇസ്ലാമിന്റെ വിജയവും ഇസ്ലാമിന്റെ സന്തോഷവുമാണ് ആ കഫംപുടയിലൂടെ ഖബറിലേക്ക് പോയത് എന്ന് പറഞ്ഞത് മഹാനായ മാലികി മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം 5-ാം നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ അല്ലാമ ഇബ്നുൽ ഹദ്ദാദ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനായ അല്ലാമ ഇബ്നുൽ ഹദ്ദാദ് എന്നവർ പറയാൻ, കുഫിനത്ത് സആദത്തുൽ ഇസ്ലാം ഫീ അക്ഫാനി ഉമർ. ഉമർ എന്നവരുടെ കഫംപുടയിൽ ഇസ്ലാമിന്റെ സന്തോഷമാണ് ആ കഫംപുടയിൽ പൊതിയപ്പെട്ട് കൊണ്ടുപോയത്. ഇസ്ലാമിന്റെ സന്തോഷമാണത്. ഹുദൈഫ അസമ്മാനി റസൂലുള്ളാഹി മിനൽ മുനാഫിഖീൻ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനും ഒരുപാട് രഹസ്യ വിവരങ്ങളുടെ ഹദീസുകൾ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സാഹിബു സിർ റസൂലില്ലാഹ് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ ഉമർ എന്നവർ പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹു തആല മുനാഫിക്കുകളുടെ പേര് വിവരം കൊടുത്തപ്പോൾ കപടവിശ്വാസികളുടെ പേരും അഡ്രസ്സും അവരുടെ വാപ്പയുടെ പേരും തറവാടിന്റെ പേരും അല്ലാഹുവിന്റെ റസൂലിന് വഹയായി വന്നപ്പോ ഉമർ എന്നവർ ഓടി വന്ന് ചോദിച്ചിട്ടുണ്ട്, ഹുദൈഫ, ആ കപടവിശ്വാസികളിൽ എവിടെയെങ്കിലും ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് കാണാനുണ്ടോ? ആ കൂട്ടത്തിൽ ഉമറുണ്ടോ? എന്റെ പേരുണ്ടോ ഹുദൈഫ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല ഉമറേ, ഇല്ല ഉമറേ, ഇല്ല, നിങ്ങളതിൽ പെട്ടവരല്ല എന്ന് നിങ്ങളോട് എനിക്ക് പറയാൻ ധൈര്യം തോന്നുന്ന പോലെ വലാ ഉസക്കി ബഅദക അഹദാ, നിങ്ങൾക്ക് ശേഷം ഒരാളോടും ഞാനത് പറയാൻ പോകുന്നുമില്ല എന്ന് മറുപടി കൊടുത്ത ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ.